നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കുന്നംകുളത്തെ മൂന്നാം മുറയ്ക്ക് പിന്നാലെ പീച്ചിയിലും കാക്കിക്കാടത്തം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജറെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധത്തിന് അയവില്ല. 4 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തെങ്കിലും പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു കോൺഗ്രസ്. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ജയന്തി സമ്മേളനങ്ങളും റാലികളും നടക്കുന്നു. വാർത്തകൾ വിശദമായി. കുന്നംകുളത്തെ മൂന്നാം മുറയ്ക്ക് പിന്നാലെ പീച്ചിയിലും കാക്കിക്കാടത്തം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജറെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. 2023 മെയ് 24-നാണ് സംഭവം നടന്നത്. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ മകനെയും ഹോട്ടൽ മാനേജരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. 2023 മെയ് 24-നാണ് സംഭവം നടന്നത്. ഹോട്ടൽ ഉടമ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. പീച്ചി SI PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിൽ എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതും അപമാനിച്ചതും. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. വിവരാവകാശ പ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷ തള്ളുകയായിരുന്നു. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനു ശേഷമാണ് ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത്. മർദ്ദിച്ച SIയെ കൂടി പ്രതി ചേർക്കാൻ ഔസേപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് കോൺഗ്രസ് മാർച്ച് നടത്തും. സംഭവത്തിൽ പ്രതിഷേധിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇടിവീരന്മാരെ പിണറായി സംരക്ഷിക്കുകയാണ്. കളകൾ പറിക്കാൻ പിണറായി തയ്യാറല്ലെങ്കിൽ കോൺഗ്രസ് കള പറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഈ പീച്ചിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ SI PM രതീഷ് അദ്ദേഹത്തിന് പ്രമോഷൻ നൽകുകയാണ് ചെയ്തത്. 1 മാസത്തിനകം അദ്ദേഹത്തിന് പ്രമോഷൻ നൽകി അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള സ്ഥലത്തേക്ക് മാറ്റം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് എത്രത്തോളം കാണുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയും അതിന് കൂട്ടാളികളായി നിന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുകയാണ്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധത്തിന് അയവില്ല. 4 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തെങ്കിലും പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. പോലീസുകാരുടെ വീട്ടിലേക്കടക്കം വലിയ മാർച്ചാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനുണ്ടായ പോലീസ് അതിക്രമത്തിൽ ഇന്നലെ 4 പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസുകാർക്കെതിരായ വകുപ്പ് തലത്തിലെ പുനരന്വേഷണത്തിനും ഉത്തരവിറങ്ങി. മുഴുവൻ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാണ് മർദ്ദനമേറ്റ സുജിത്തും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടുന്നത്. SI ന്യൂമാൻ, സീനിയർ CPO ശശീന്ദ്രൻ, CPOമാരായ സജീവൻ, സന്ദീപ് എന്നിവർക്കാണ് സസ്പെൻഷൻ. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 4 പോലീസുകാർക്കെതിരെ കോടതി ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടെന്നും അതിനാൽ സസ്പെൻഡ് ചെയ്യണമെന്ന് DIG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം സസ്പെൻഷൻ ആദ്യഘട്ട നടപടിയെന്ന് പറയാൻ പറ്റില്ല. ആദ്യം പറഞ്ഞിരുന്നത് സ്ഥലം മാറ്റമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇൻക്രിമെന്റ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സസ്പെൻഡ് ചെയ്ത് എന്നുള്ളത് 3ാം ഘട്ടമാണ്. ഇതല്ല നമ്മുടെ ആവശ്യം. 5 പേരെയും സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് സുജിത്ത് വ്യക്തമാക്കിയിരുന്നു. മീഡിയ ടൈം, തൃശൂർ. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. ഗുരുപൂജ, പൊതുയോഗം, അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. സമാജം മുൻ പ്രസിഡന്റ് KK പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് CK സതീശൻ അധ്യക്ഷത വഹിച്ചു. KV വിൽസൺ, സിജി ചന്ദ്രൻ, NS പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. KPMS മാള ഏരിയ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജയന്തിയും ഘോഷയാത്രയും സാംസ്കാരിക യോഗവും നടത്തി. എഴുത്തുകാരൻ ഡോക്ടർ അമൽ C രാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് മേജർ ജനറൽ PD ഷീനയെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു,
പുല്ലൂറ്റ് KKTM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK ബിന്ദു ശർമിള, സംസ്ഥാന കമ്മിറ്റി അംഗം TK സുബ്രൻ, യൂണിയൻ സെക്രട്ടറി VS ഉണ്ണികൃഷ്ണൻ, ട്രഷറർ VS സുബ്രൻ എന്നിവർ പ്രസംഗിച്ചു. അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം KPMS പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര, അനുസ്മരണ സമ്മേളനം എന്നിവയോടെ നടന്നു. മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ക്രൂരമായ നടപടികൾ കണ്ട്, തൻ്റെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട്, അവർ കൊല ചെയ്യപ്പെടുന്നത് കണ്ട്, അവരുടെ കുടിലുകൾക്ക് തീ വയ്ക്കുന്നത് കണ്ട് ഞാനും അതുപോലെ വിധേയനായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ് എന്നല്ല ആ വലിയ മനുഷ്യൻ ചിന്തിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, കൊല ചെയ്യപ്പെടുന്നവരെ, പീഡിപ്പിക്കപ്പെടുന്ന കുടുംബാംഗങ്ങളെ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പാവങ്ങളെ, വഴിയാധാരമാകുന്ന പട്ടിണി പാവങ്ങളെ പാടശേഖരങ്ങളിൽ ചോര വിയർപ്പാക്കി ജോലി ചെയ്ത് പത്തായപ്പുരകൾ നിറയ്ക്കുമ്പോഴും കഞ്ഞിവെള്ളം പോലും കുടിക്കാനില്ലാത്ത പാവങ്ങളെ ചേർത്ത് നിർത്തണം, സംരക്ഷിക്കണം, അവർക്കെതിരായ അനീതിക്കെതിരായി പോരാടണം എന്നാണ് ആ മനുഷ്യൻ മനസ്സിൽ ഉറപ്പിച്ചത്. പറവൂർ യൂണിയൻ പ്രസിഡന്റ് VC തമ്പി അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിധിൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമ പ്രതാപൻ, സുരേഷ് താന്നിപ്പാടം, ബിന്ദു ഷിബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്തെ മൂന്നാം മുറയ്ക്ക് പിന്നാലെ പീച്ചിയിലും കാക്കിക്കാടത്തം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജറെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധത്തിന് അയവില്ല. 4 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തെങ്കിലും പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു കോൺഗ്രസ്. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജന്മദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ജയന്തി സമ്മേളനങ്ങളും റാലികളും നടത്തുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.